അയാൾ അനിയൻ സാറിനോട് നടക്കുന്ന ആളല്ലേ? എന്തെങ്കിലും പണിയാനുള്ള പരിപാടി ആയിരിക്കും ആശാനെ. ആള് വരട്ടെ, അപ്പൊ നമുക്കറിയാലോ. മൂർത്തി സാറ് വന്നിട്ടുണ്ട്, നീ ഒന്നും മിണ്ടുന്നില്ല. എന്താ സെൽവ, നിന്റെ കൂടെ ഇവ മാത്രമേ ഉള്ളൂ? ഒരു പണി ഏൽപ്പിച്ച അത് ചെയ്യാൻ പറ്റിയ പിള്ളേരൊന്നും ഇല്ലേ? സാർ പണി എന്താണെന്ന് വെച്ചാ പറ. ഒരാളെ ഈ നാട്ടിൽ നിന്ന് ഓടിക്കണം. ചെയ്താൽ നിനക്ക് കൈ നിറയെ കാശ് തരാം. ആളാരാ? ആദ്യം നീ ഇത് പിടിക്ക്, അഡ്വാൻസ്. ഇനി ഞാൻ ആളെ പറയാം. അനിയൻ സാറ്. അനിയൻ സാറോ? അനിയൻ സാറ് നിങ്ങളുടെ മുതലാളിയല്ലേ? പിന്നെന്താ ഇങ്ങനെ ഒരു ഉദ്ദേശം? എന്റെ ഉദ്ദേശം എന്താണെന്ന് തൽക്കാലം സെൽവൻ അറിയണ്ട. നിനക്ക് പറ്റൂല്ലയോ അത് പറ. സാറേ, അനിയൻ സാറും ഞാനും തമ്മിലൊന്ന് കോർത്തതാ. അക്കാര്യം സാറിനും അറിയാലോ. സാറിന് അനിയൻ സാറിനോടുള്ള പക എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷേ സെൽവന് പകയുണ്ട്. സാറിന്റെ ചെലവേ അതങ്ങ് തീരുമെങ്കിൽ സെൽവന് സന്തോഷമേ ഉള്ളൂ. തല്ലി കൈയും കാലും ഒടിച്ച് ഈ നാട്ടിൽ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാക്കണം. ഈ ഇടപാട് മറ്റാരും അറിയരുത്. സെൽവനെ ഏൽപ്പിച്ച ഒരു കാര്യം വേറെ ഒരു ജീവിയിലേക്കും പോവില്ല. സാർ ധൈര്യമായിട്ടിരുന്നു. അനിയൻ സാറേ കരുത്തനാ.